അലി അക്ബർ ഷായുടെ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് തത്സമയം അലി അവിടെ ദ്രുതഗതിയിൽ പണികൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 2000 ജോലിക്കാരാണ് ഓരോ ദിവസവും പണി ചെയ്യുന്നത്. പിച്ച് ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. കോടികൾ ചെലവിട്ടുകൊണ്ട് അവിടെ ഫ്ലഡ് ലൈറ്റ് വരാൻ പോകുന്നു. അങ്ങനെ അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ്. ജോലികളൊക്കെ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു? ഗുഡ് ഈവനിങ്. ഈ പറഞ്ഞതുപോലെ മെസ്സിയും സംഘവും വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിന്റെ കൊടുമുടിയാണ്. എന്നാൽ അവരെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം കലൂർ സ്റ്റേഡിയത്തിന്റെ മുഖം മാറാൻ പോകുന്നെന്ന വാർത്ത അത് കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമായിരുന്നു. കാരണം 70 കോടി രൂപ മുടക്കി ഒരു മാസത്തിനുള്ളിൽ ഈ സ്റ്റേഡിയത്തിന്റെ ലുക്ക് എല്ലാം അങ്ങ് മാറാൻ പോവുകയാണ്. ഞാനിപ്പോൾ ചവിട്ടി നിൽക്കുന്ന ഈ പിച്ച് ഇവിടെയാണ് ഒരു മാസത്തിനപ്പുറം ലോക ഫുട്ബോളിന്റെ മിശിഹായും സംഘവും പന്ത് തട്ടാൻ പോകുന്നത്. അവർക്ക് എതിരാളികളായി ലോക റാങ്കിങ്ങിൽ 25-ാമന്മാരായിട്ടുള്ള ഓസ്ട്രേലിയ പന്ത് തട്ടാൻ പോകുന്നത്. സ്വാഭാവികമായും തീപാറുന്ന ഒരു കരുത്തുറ്റ മത്സരത്തിന് വേദിയാകാൻ പോവുകയാണ് കലൂർ സ്റ്റേഡിയം. അപ്പോൾ അതിനൊത്ത എല്ലാ സജ്ജീകരണങ്ങളും വേണം. ഈ പിച്ച് ഈ ലുക്ക് മാറാൻ പോവുകയാണ്. ഈ പിച്ച് പൂർണ്ണമായും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ISL ഒക്കെ നടക്കുമ്പോൾ നമ്മൾ വന്ന് കാണുന്നതാണ് ആ ലൈറ്റുകൾ, മുകളിലുള്ള ലൈറ്റുകൾ, അത് പൂർണ്ണമായും മാറാൻ പോവുകയാണ്. അത് ലോക നിലവാരമുള്ള ലൈറ്റിംഗ് സംവിധാനത്തിലേക്ക് പൂർണ്ണമായും മാറ്റാൻ പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ സീറ്റിംഗ് സംവിധാനമാണ്. ഓരോ ISL കാലത്തും മഞ്ഞപ്പടയ്ക്ക് വേണ്ടി ആവേശം കോരിത്തെരിപ്പിച്ച് മലയാളികൾ ഇരിക്കുന്ന ആ ഭാഗത്തെ സീറ്റുകളെല്ലാം തന്നെ മാറാൻ പോവുകയാണ്. അവിടെയൊക്കെ സീറ്റുകൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സീറ്റിംഗ് സംവിധാനം പൂർണ്ണമായും മാറാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിലവിലുള്ള നമുക്കറിയുന്ന മീഡിയ റൂമും VIP പവലിയനും ഒക്കെ നമുക്കറിയാം ആ ഭാഗങ്ങളിലാണ്. അതൊക്കെ മാറി ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഈ ഭാഗത്താണ് ഇനി VVIP പവലിയനും VIP പവലിയനും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരാൻ പോകുന്നത്. ആ നിലയിൽ പൂർണ്ണമായ നവീകരണം തന്നെയാണ് ഈ കലൂർ സ്റ്റേഡിയത്തിൽ 70 കോടി മുടക്കി ഇപ്പോൾ നടത്താൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനവും ആരാണ് എതിരാളികൾ എന്ന പ്രഖ്യാപനവും എല്ലാം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിൻ നടത്തിയിരുന്നു. അതിന് പിന്നാലെ കായിക മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്തായാലും രണ്ടുപേരും പറഞ്ഞ വാർത്ത അത് കായിക പ്രേമികളെ സംബന്ധിച്ച് വലിയ ആവേശമുണ്ടാക്കുന്നതാണ്. ഈ കോലത്തിൽ ഇനി ഈ സ്റ്റേഡിയത്തെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കാണണമെങ്കിൽ കണ്ടോളൂ. കളി നടക്കുന്നതിന് 10 ദിവസം മുൻപ് ഈ സ്റ്റേഡിയം തുറക്കുമ്പോൾ ഇതായിരിക്കില്ല ഇതിന്റെ രൂപം എന്നായിരുന്നു വളരെ ആത്മവിശ്വാസത്തോടു കൂടി കായിക മന്ത്രിയും പറഞ്ഞു വെച്ചത്. എന്തായാലും നമ്മളും കാത്തിരിക്കുകയാണ്. 2000 തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ അടിമുടി മാറ്റമാണ് കലൂർ സ്റ്റേഡിയത്തിൽ വരാൻ പോകുന്നത്. ഇനി മെസ്സിയുടെയും സംഘത്തിന്റെയും മത്സരം കഴിഞ്ഞാലും ഈ സ്റ്റേഡിയം പുതിയൊരു മുഖത്തോടു കൂടി നിൽക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന് വലിയ മുതൽക്കൂട്ടാണ്. കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശമുണ്ട് കാണികളെ സംബന്ധിച്ചിടത്തോളം, കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം. ഈ സ്റ്റേഡിയം മാത്രമല്ല മാറാൻ പോകുന്നത്, സ്റ്റേഡിയത്തിന്റെ പരിസര പ്രദേശങ്ങളിലും വലിയ മാറ്റം വരാൻ പോകുന്നു എന്നും കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD വ്യക്തമാക്കിയിരുന്നു. ആ നിലയിലുള്ള മാറ്റങ്ങൾ, ഒരുക്കങ്ങൾ തന്നെയാണ്, സജ്ജീകരണങ്ങൾ തന്നെയാണ് കലൂർ സ്റ്റേഡിയത്തിന്റെ പുറത്തെ പരിസരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാം. ഇപ്പോൾ ചെറിയൊരു മൂടലുണ്ട്. പക്ഷെ മെസ്സിയും സംഘവും എത്തുന്ന ദിവസം ഒരു മൂടലും ഉണ്ടാകില്ല. ഈ കാർമേഘങ്ങളെല്ലാം നീങ്ങും. ആ നീലവാനിൽ നിന്നും മണ്ണിലേക്ക് ആ നീലയുടെ ആവേശം പടരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വിനീത. അതാണ്, നീലപ്പടയുടെ വരവ് കാത്തിരിക്കുകയാണ്. മറ്റൊന്ന് ഓസ്ട്രേലിയൻ ടീമാണ്, വമ്പന്മാർ തന്നെയാണ് എതിരാളികൾ. അപ്പോൾ മഞ്ഞപ്പടയും അവിടെ ഇറങ്ങും. കലൂർ സ്റ്റേഡിയത്തിൽ പൊടിപാറുമെന്ന് ഉറപ്പാണ്.